നമസ്കാരം. ഞാൻ നന്ദനംപിള്ള. മൈ എക്സ്പെരിമെൻറ്റ്സ് ഇൻ പോലീസിൻ്റെ 44ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒരു വിജിലൻസ് എൻക്വയറിയിൽ വിജിലൻസ് ആംഗിൾ ഇല്ല എന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കി എന്നൊരു വാർത്ത 2-3 ദിവസത്തിനകം വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സമാനമായിട്ട് അദ്ദേഹത്തിനെതിരെ മറ്റൊരു വിജിലൻസ് എൻക്വയറി ഞാൻ എറണാകുളം സെൻട്രൽ റേഞ്ചിലുള്ളപ്പം അവിടെയും നടന്നിരുന്നു. ഇപ്പോഴത്തെ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയ സംഭവം എന്ന് പറയുന്നത് 2018 മഹാപ്രളയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയായ പറവൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടും മറ്റും വെച്ചു കൊടുക്കുന്നതിനായിട്ട് അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. അതിൽ പലർക്കും ആനുകൂല്യങ്ങളും വീടുകളുമൊക്കെ ലഭിച്ചതായിട്ടും കേട്ടറിവുണ്ട്. എന്തായാലും ഇത് ഒരു വാർത്ത ആയ സാഹചര്യത്തിൽ ഇതിൻ്റെ നിയമവശമാണ് എന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. കാരണം ഒരു വിജിലൻസ് എൻക്വയറി സംഭവം നടന്ന 2018 ഇത്രയും കാലം ഇതിന് മേളിൽ എന്തിലാണ് ഈ നമ്മുടെ ഗവൺമെൻറ് സംവിധാനം അടയിരുന്നതെന്നുള്ള സംശയമാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു വിജിലൻസ് എൻക്വയറി കാണുമ്പം തന്നെ നമുക്കറിയാം അതിൽ വിജിലൻസ് ആംഗിൾ ഉണ്ടോ ഇല്ലയോ. വിജിലൻസ് ആംഗിൾ ഇല്ലാത്ത ഒരു സംഭവത്തിനാണ് ഇവിടെ ഒരു വിജിലൻസ് എൻക്വയറി ഓർഡർ ചെയ്യപ്പെട്ടെന്ന് പ്രഥമ ദൃഷ്ടിയാ നമുക്ക് അറിയാൻ പറ്റും. കാരണം ഇവിടെ പൊതുഖജനാവിനോ യാതൊരുവിധ നഷ്ടവും സംഭവിച്ചിട്ടില്ല. യാതൊരുവിധ നഷ്ടവും നമ്മുടെ പൊതുഖജനാവിന് അല്ലെങ്കിൽ ട്രഷറിക്ക് സംഭവിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വിജിലൻസ് ആംഗിളുള്ള ഒരു വിഷയമല്ലായിരുന്നു എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ട വിഷയമാണ്. അങ്ങനെ വിജിലൻസ് ആംഗിൾ ഇല്ലാത്തൊരു വിഷയം എന്തിനാണ് 5 വർഷത്തോളം കാത്തു വച്ചിരുന്നത് എന്ന സംശയമാണ് എനിക്കുള്ളത്. വിജിലൻസ് ആംഗിൾ ഇല്ല എന്ന് അപ്പോൾ തന്നെ കണ്ടെത്താമായിരുന്നു. പ്രത്യേകിച്ച് അതിന് ഗവേഷക ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. വിജിലൻസിലൊക്കെ ഒരു കൊല്ലമൊക്കെ ജോലി ചെയ്യുന്ന ഒരു സാധാരണ പോലീസുകാർക്ക് തന്നെ ഒരു പരാതി കണ്ടാൽ അറിയാം അതിൽ വിജിലൻസ് ആംഗിൾ ഉണ്ടോ ഇല്ലയോ. ഇവിടെ MLA നിലയിൽ അദ്ദേഹം പബ്ലിക് സർവൻ്റാണ്. അത് നമുക്ക് പ്രതിപക്ഷ നേതാവ് എന്നതിനുപരിയായിട്ട് അദ്ദേഹം MLA നിലയിൽ തന്നെ പബ്ലിക് സർവൻ്റാണ്. പക്ഷെ പബ്ലിക് സർവൻ്റ് മാത്രമായാൽ വിജിലൻസ് ആംഗിൾ നിലനിൽക്കില്ല. പൊതുഖജനാവിന് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിലും. എന്തായാലും പുനർജനി എന്ന പദ്ധതിയാണ് ഈ കുറ്റവിമുക്തനാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണ വിഷയം. ഈ പുനർജനി എന്ന് പറയുന്ന സംഭവം ഞാനീ പറഞ്ഞ പോലെ ഒരു വിജിലൻസ് ആംഗിൾ ഇല്ലാത്ത വിഷയമാണെങ്കിൽ ഇതിന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുകളിൽ DYSPമാരുണ്ട്, SP-മാരുണ്ട്. അല്ലെങ്കിൽ DYSP അന്വേഷിക്കുന്നതിൻ്റെ മുകളിൽ SP ഉണ്ട്, അതിന് മുകളിൽ IG ഉണ്ട്, DGPമാരുണ്ട്, വിജിലൻസ് ഡയറക്ടർ റാങ്കിലായിട്ടൊക്കെ ആയിട്ട് കണ്ടമാനം ആളുകൾ ഇതിനകത്ത് ഈ ഫയല് അല്ലെങ്കിൽ ഈ എൻക്വയറി മാസം അല്ലെങ്കിൽ ക്വാർട്ടർലി ആയിട്ട് പരിശോധിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ 4-5 വർഷം ഇവരിതിൻ്റെ മേളിൽ പരിശോധിച്ചിട്ടും ഈ വിഷയത്തിലൊരു വിജിലൻസ് ആംഗിൾ ഇല്ല എന്ന് കണ്ടെത്താൻ ഇവർ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഈ സംവിധാനം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. കാരണം വിജിലൻസിന് സ്വന്തമായിട്ട് ഇഷ്ടംപോലെ LA-മാരുണ്ട്. ഇഷ്ടംപോലെ അല്ല, ഒരു LA ഉണ്ട്, നിരവധി ALA-മാരുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട് പ്രഗത്ഭരായ ആളുകളെ സർക്കാർ മാറുന്ന അനുസരിച്ച് വിജിലൻസ് ആസ്ഥാനത്തിന് ഇവരുടെയൊക്കെ മുകളിൽ കേസുകൾ അട്ടിമറിക്കുന്നതിനായിട്ട് നിയമോപദേശം നൽകുന്ന ആളുകളുണ്ട്. അത് ഞാൻ എൻ്റെ നേരത്തിലത്തെ 1-2 വീഡിയോകൾ ആ അട്ടിമറികൾ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും ശരി, ഇത്ര വർഷം ഈ കേസിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് ഈ എൻക്വയറി ഓർഡർ ചെയ്ത ഗവൺമെൻറ് കാലത്ത് ഇതിൽ വിജിലൻസ് ആംഗിൾ ഇല്ല എന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള കെൽപ്പും നട്ടെല്ലുമുള്ള വിജിലൻസ് സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം.
ഞാൻ വീഡിയോയുടെ വലിപ്പം കുറയ്ക്കാനായിട്ട് തീരുമാനിച്ചു, അതുകൊണ്ട് കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അടുത്ത സംഭവം കൂടെ പറയാം. അദ്ദേഹത്തിനെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ റേഞ്ചിൽ ജോലി ചെയ്യുന്ന സമയത്തും ഒരു വിജിലൻസ് എൻക്വയറി ഉണ്ടായിരുന്നു. ആ വിഷയവും ഈ പറയുന്ന പോലെ ആദ്യം ഞാൻ ഈ പറഞ്ഞ വിഷയം എൻക്വയറി ഓർഡർ ചെയ്യപ്പെട്ടുള്ളത് നവോത്ഥാന കാലത്താണെങ്കിൽ, ഞാൻ ഈ പറയുന്ന ഇപ്പോൾ പറയാൻ പോകുന്ന വിഷയത്തിലെ എൻക്വയറി എന്ന് പറയുന്നത് പരവൂർ ബാർ കൗൺസിലിൽ ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയുടെ ആവശ്യത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ MLA ഫണ്ടിൽ നിന്ന് പൈസ കൊടുത്തു എന്ന വിഷയത്തിലാണ് നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിനെതിരെ ഒരു വിജിലൻസ് എൻക്വയറി ഓർഡർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ വിജിലൻസ് എൻക്വയറിയും ആ സർക്കാരിൻ്റെ കാലത്ത് തീർക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ നവോത്ഥാന കാലത്ത് ഓർഡർ ചെയ്യപ്പെട്ട ഇതിൻ്റെ മേളിലും വിജിലൻസ് സംവിധാനം അടയിരുന്നു. ഞാൻ ഈ പറഞ്ഞ ഈ പരവൂരിലെ ബാർ കൗൺസിലുമായി ലൈബ്രറിക്ക് പൈസ അനുവദിച്ച ആ വിഷയവും വർഷങ്ങളോളം ഇരുന്നു നമ്മുടെ വിജിലൻസ് സംവിധാനം. അങ്ങനെ അടയിരുന്നതിന് ശേഷം ഗവൺമെൻറ് മാറിയതിന് ശേഷമാണ് 2011 എൻ്റെ ഓർമ്മ ആ കേസ് ഫയൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ആ കേസ് ഫയൽ റിപ്പോർട്ട് അതിന് കണ്ടെത്തിയ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ലൈബ്രറിയിൽ പബ്ലിക്കിനും ആക്സസ് ഉണ്ട്, അവർക്കും അവിടുന്ന് സേവനങ്ങൾ പുസ്തകങ്ങളൊക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന, എൻ്റെ ഓർമ്മ ശരിയായ KR മുരളീധരൻ സാറാണ്, DYSP ആയിരുന്നു, അദ്ദേഹമാണത് എൻ്റെ എൻക്വയറി ഓഫീസറായിരുന്നു. അങ്ങനെയാണത് ഫയൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇവിടെ 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ വിജിലൻസ് സംവിധാനം താൽപ്പര്യക്കാർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നു, രാഷ്ട്രീയ പ്രതിയോഗികളെ കൈകാര്യം ചെയ്യുന്നത് മാത്രമല്ല, അവരെ അനാവശ്യ എൻക്വയറികൾ ഓർഡർ ചെയ്ത് വർഷങ്ങളോളം നീട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം. അതുകൂടാനുള്ളൊരു വിഷയം, നമ്മുടെ അടുത്ത കാലത്ത് നമ്മുടെ വിജിലൻസ് മാനുവൽ പുറത്തിറങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങിൽ നിലവിൽ എൻക്വയറിക്ക് 6 മാസം, കേസിന് 1 വർഷം കാലാവധിയും പറഞ്ഞു. പുതിയ മാനുവൽ പ്രകാരം എൻക്വയറിക്ക് 3 മാസവും കേസുകൾക്ക് 6 മാസമായിട്ടാണ് നിജപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി. ഇപ്പോൾ ഈ 6 മാസം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത എൻക്വയറിക്ക് 6 വർഷം എടുത്തിട്ട് സർക്കാർ മാറുന്നത് വരെ കാത്തിരുന്ന് അതിന് മുകളിൽ അടയിരുന്ന ഒരു സംവിധാനത്തിന് എങ്ങനെയാണ് 3 മാസം കൊണ്ട് എൻക്വയറി തീർക്കാനും രജിസ്റ്റർ ചെയ്യപ്പെട്ടൊരു കേസ് 6 മാസം തീർക്കാനും കഴിയുക എന്ന ചോദ്യം നമ്മുടെ വിജിലൻസ് സംവിധാനത്തോട് ചോദിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.